ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാം, ഇത് മാരുതി സുസുക്കി വാഗണറാണ്, കെ സീരീസ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ നല്ല രീതിയിൽ തേഞ്ഞ് മാറുന്നു എന്നുള്ള കംപ്ലയിൻ്റ് ആണ്. അതുപോലെ കട്ടറിൽ ഓടിക്കുമ്പോൾ സൗണ്ടും കേൾക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലെ ടയർ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തേഞ്ഞിട്ട് കമ്പി തെളിഞ്ഞ് വരുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. അപ്പോൾ കട്ടറിൽ പോകുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഹമ്പ് ചാടുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ടയർ നല്ല രീതിയിൽ ഒരു ഫുള്ളായിട്ട് തേഞ്ഞു പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ വണ്ടിയുടെ റൈറ്റ് സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ടയർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഫുള്ളായിട്ട് തേഞ്ഞു പോയിട്ടുണ്ട്. കൂടുതലായിട്ടും അകത്തെ സൈഡ് കമ്പി തെളിയാറായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ടയറിന് കാണുന്നത്. നല്ല രീതിയിൽ ടയർ തേഞ്ഞു, ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെട്ടി നല്ല രീതിയിൽ ടയർ ഫുള്ളായിട്ട് തേഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ടയറിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ടയറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് തേഞ്ഞിട്ടില്ല, പക്ഷേ ഈ സൈഡ് കൊണ്ട് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ ടയർ വേൺ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടയർ നല്ല രീതിയിൽ തേഞ്ഞു പോകണം അല്ലെങ്കിൽ കത്തി പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പറിന് വരുന്ന വ്യത്യാസം കൊണ്ടാണ്. അതായത് ക്യാമ്പർ എന്ന് പറയുന്നത് നമ്മൾ വീല് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൂവ്മെൻറ്റിനെയാണ് ക്യാമ്പർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളതിനെ ടോ എന്നും പറയും. അപ്പോൾ ഇതിന് ക്യാമ്പർ നമുക്ക് അഡ്ജസ്റ്റബിൾ അല്ല, പക്ഷേ ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ടൈറോഡ് എൻഡിൽ, സ്റ്റിയറിങ്ങിൻ്റെ ടൈറോഡ് എൻഡിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് വീലിൻ്റെ ഇങ്ങോട്ടും അങ്ങോട്ടും ഉള്ള മൂവ്മെൻറ്റിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ടൈറോഡ് എൻഡിലാണ്. പക്ഷേ ക്യാമ്പർ, അതായത് ഇങ്ങനെയുള്ള ആ ഒരു മൊമെൻറ്റ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് അഡ്ജസ്റ്റബിൾ അല്ല. പക്ഷേ ക്യാമ്പർ ഔട്ട് വരുന്നത് കൊണ്ടാണ് ഈ ടയർ ഇതുപോലെ ഒരു സൈഡ് കൊണ്ട് തേയുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് നോക്കാം. രണ്ട് വീലും നമുക്കൊന്ന് ഷേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വീലൊന്ന് ഷേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ വീല് ഷേക്ക് ചെയ്യുമ്പോൾ ആ വീലിന് നല്ല രീതിയിലുള്ള ഇളക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ഷേക്ക് ചെയ്തേ. ഇത് വണ്ടിയുടെ റൈറ്റ് സൈഡാണ്. നല്ല രീതിയിലുള്ള ഇളക്കമാണ് ഈ കാണുന്നത്. അതുപോലെ ടക്ക് ടക്ക് എന്നുള്ള സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് വണ്ടിയുടെ അടിയിൽ പോയിട്ട് ഏത് ഭാഗത്തു നിന്നാണ് ആ വീലിന് ഷേക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആ ടയർ തേഞ്ഞ സൈഡാണ് ഇപ്പോൾ ഷേക്ക് ചെയ്ത്. ഒന്ന് ഷേക്ക് ചെയ്തേ. നോക്കിയാൽ മനസ്സിലാവും, ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ് ഫുള്ളായിട്ട് പോയിട്ട് ഷേക്ക് ആവുകയാണ് ചെയ്യുന്നത്. കൂടാതെ ലോവർ ആമിൻ്റെ ബുഷും പൊട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഷേക്ക് ചെയ്തേ. നല്ല രീതിയിലുള്ള ഷേക്ക് ലോവറാമിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ലോവറാമിൻ്റെ ബോൾ തേഞ്ഞിട്ട് മുകളിലോട്ടും താഴോട്ടും അനങ്ങുന്ന ആ ഒരു ഫീലാണ്, ആ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ നല്ലൊരു ഹമ്പൊക്കെ, ഇത്രയും ലൂസായ വണ്ടികളിലൊക്കെ നല്ലൊരു ഹമ്പൊക്കെ ചാടുന്ന അവസരത്തിൽ ഈ ബോൾ ഊരിപ്പോവും, ആക്സിൽ തള്ളിപ്പോവും, വണ്ടി ആക്സിഡൻറ്റ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ചെറിയൊരു സൗണ്ട് തന്നെ കാണിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ലെഫ്റ്റ് സൈഡ് നമുക്കൊന്ന് ഷേക്ക് ചെയ്തു. ഷേക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡ് നമ്മൾ ഷേക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടിയതിൻ്റെ അത്രയും ഷേക്ക് ഈ സൈഡിലില്ല, പക്ഷേ ഷേക്ക് ആവുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്ലേ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എവിടെ നിന്നാണെന്ന് നോക്കാം. ഇത് ഷേക്ക് ചെയ്യണേ. നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഷേക്ക് ചെയ്ത് ഇതിൻ്റെ ലോവർ ആമിൻ്റെ ബുഷ് പോയതാണ്. അപ്പുറത്ത് ലോവർ ആമിൻ്റെ എൻഡ് പോയി, പക്ഷേ ഇപ്പുറത്ത് ഇതിൻ്റെ ബുഷ് പോയിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. ഷേക്ക് ചെയ്ത് ആ ബുഷിൻ്റെ ആ ഒരു പ്ലേ ആണ് ആ കാണുന്നത്. അപ്പോൾ ഈ സൈഡിൽ ബുഷ് പോയിട്ടുണ്ട്, ആ സൈഡിൽ എൻഡ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോവർ ആം പൊട്ടിയത് നമുക്ക് കാണാൻ സൈഡിലേക്ക് ഈ ഭാഗത്തുനിന്ന് പൊട്ടി മാറിയിട്ടുണ്ട് ഇതിൻ്റെ ലോവർ ആമും ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ റൈറ്റ് സൈഡിലെ ലോവർ ആമും അതിനും അതേപോലെ തന്നെ ക്രാക്ക് ഉണ്ട്. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലെ ലോവറാമിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അത് നോക്കിയാലും ക്രാക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലോവറാമും നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എൻഡ് മാത്രം മാറി നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ ലേത്തിൽ കൊടുത്ത് ശരിയാക്കാൻ നിൽക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു നടപടിയില്ല. കാരണം ലോവറാം ബുഷും പോയിട്ടുണ്ട്, ലോവറാമിൻ്റെ എൻഡും പോയിട്ടുണ്ട്. നമ്മൾ ബുഷ് മാത്രം മാറ്റിയിട്ടിട്ട് കാര്യമില്ല, എൻഡും നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലോവറാം അസംബ്ലിയാണ് നമുക്കിതിനകത്ത് മാറേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഷേക്ക് കണ്ടാൽ റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ ടയർ തേച്ചിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലും ടയർ തേച്ചിട്ടുണ്ട്. പക്ഷേ റൈറ്റ് സൈഡിനെ അപേക്ഷിച്ച് ലെഫ്റ്റ് സൈഡിൽ കുറവാണ് ടയർ തേച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ
വീലിൻ്റെ പ്ലേ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സൗണ്ടും ഉണ്ട്, നല്ല രീതിയിലുള്ള പ്ലേ റൈറ്റ് സൈഡിൽ നമുക്കുണ്ട്. അതാണ് ഈ കട്ടറി കഴിയുമ്പോൾ കടക്കടക്കടാന്ന് അടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അതുപോലെ ടയർ വേൺ ഔട്ട് ആവുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. നമ്മൾ ഷേക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും വീല് ഇങ്ങനെ ആവുന്നത്. മീൻസ് ആ ബോൾ തേഞ്ഞിട്ട് അകത്തോട്ട് പ്ലേ, അതാണ് ഈ ക്യാമ്പർ ഔട്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം. നമ്മൾ ഈ താഴത്തെ ബോൾ ജോയിന്റ് ആ വീലിൻ്റെ ആ നെക്കിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വീല് ആ പ്ലേ വരുമ്പോൾ വീല് ഇങ്ങനെ ഉള്ള പ്ലേ വരും. അതായത് നമ്മൾ ലോഡ് വണ്ടി ഇറക്കുന്ന സമയത്ത് വീൽ ഇങ്ങനെ ചരിഞ്ഞിരിക്കും. നല്ല രീതിയിൽ ഒരു സൈഡ് കൊണ്ട് നല്ല രീതിയിൽ ടയർ തേയാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കിയപ്പോൾ ലോവർ ആമിൻ്റെ ബുഷാണ് അവിടെ ഡാമേജ് ആയിരിക്കുന്നത്. അപ്പോൾ ലോവർ ആമിൻ്റെ ബുഷ്, അതുപോലെ തന്നെ ലോവർ ആമിൻ്റെ മെയിൻ ബുഷും പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലോവർ ആമിൻ്റെ ബുഷിന് പ്ലേ വരുമ്പോഴും വീല് ഇങ്ങനെയുള്ള അവസ്ഥ മൂവ്മെൻറ്റ് ഉണ്ടാവും, അതായത് ക്യാമ്പറിന് ഔട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ ടയർ പെട്ടെന്ന് തേഞ്ഞു പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇത്രയും പ്ലേ ഉള്ള ആ ബോൾ ജോയിൻ ഇത്രയും പ്ലേ ഉള്ള വണ്ടികളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നല്ലൊരു ഹമ്പ് ചാടുമ്പോൾ ഈ ബോൾ മുകളിലോട്ട് അങ്ങ് ഊരിപ്പോകും. ലോവറാമെന്ന് ഊരിപ്പോയി കഴിഞ്ഞാൽ ആക്സിൽ തള്ളും, വീല് ചരിഞ്ഞ് കുത്തി നിൽക്കാനുള്ള അവസ്ഥയും ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നോക്കി വിടുക. കാരണം ഇത്രയും ഒരു ടയർ അത്രയും തേഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ എന്തോരം ക്യാമ്പർ ഔട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്, എന്തോരം പ്ലേ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടയർ വേൺ ഔട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ സൗണ്ടിനെ കുറിച്ചും ലോവർ ആം സൗണ്ടിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.